ലോകത്തിന്റെ ചോദ്യങ്ങൾക്ക് കാലം ഉത്തരം പറയുമ്പോഴാണ് മഹാന്മാർ ഉണ്ടാകുന്നത്. സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്ക് മഹാന്മാർ ഉത്തരം പറയുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. മഹാന്മാരുടെ ചോദ്യങ്ങൾക്ക് ജനം ഉത്തരം പറയുമ്പോഴാണ് സമൂഹം മുന്നോട്ടു പോകുന്നത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും ചോദ്യോത്തരങ്ങളിലാണ്. കാലത്തിനൊത്ത ഒരു ചോദ്യോത്തര പരിപാടിയിലേക്ക് തിരുവാതിർവായിലേക്ക് സ്വാഗതം. ഓരോരോ കാലത്ത് ഓരോരോ കാര്യങ്ങളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നതും ഉത്തരങ്ങൾ കണ്ടെത്തപ്പെടുന്നതും. സ്വാതന്ത്ര്യം, വികസനം, വിപ്ലവം, ആസൂത്രണം ഇങ്ങനെ പല കാലങ്ങളിൽ നാം പല പല ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതാത് കാലത്തെ നേതാക്കൾ അവരുടെ അറിവിനും നിലവാരത്തിനും അനുസരിച്ച് പ്രശ്നോത്തരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ നേതാക്കൾ അവരുടെ നിലവാരത്തിൽ നടത്തുന്ന ഒരു ചോദ്യോത്തര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രമുഖർ പങ്കെടുക്കുന്ന കോൺ ബനേഗ ഗുണ്ടാപതി. ചോദ്യങ്ങൾ ഗുണ്ടകളെയും കുറ്റകൃത്യങ്ങളെയും പറ്റി മാത്രം. വെൽക്കം ടു ദ മെഗാ ഷോ ഓഫ് കോൺ ബനേഗ ഗുണ്ടാപതി. ഇത്തരമൊരു പരിപാടിയിൽ ചോദ്യകർത്താവ് ആരെങ്കിലും ആയാൽ പോരാ, സർവ്വഥാ യോഗ്യനായിരിക്കണം, എല്ലാം അറിയുന്നയാളായിരിക്കണം, എല്ലാം പറയുന്നയാളായിരിക്കണം. അങ്ങനെയുള്ള നമ്മുടെ ക്യൂസ് മാസ്റ്ററെ സ്വാഗതം ചെയ്യാം ഈ പരിപാടിയിലേക്ക്. നമുക്ക് തുടങ്ങാം അല്ലേ? ക്യൂസ് മാസ്റ്ററെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരൻ കൂടിയായ ലോക്സഭാംഗം. 1969 തലശ്ശേരിയിൽ നടന്ന ആദ്യത്തെ RSS പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണൻ ആ കൊലക്കേസിൽ കത്തികൊണ്ട് കുത്തി പങ്കെടുത്ത് കേസിൽ പ്രതിയായവനാ പിണറായി വിജയൻ. ഇത് പച്ചപ്പകൽ കാലത്ത് 10 മണിക്ക് കണ്ണൂർ തലശ്ശേരി നഗരത്തിൽ നടന്ന കൊലപാതകത്തിൽ ജനം നോക്കി നിൽക്കെ ജനം കണ്ട ഒരു കൊലപാതകത്തിൽ കത്തിയെടുത്ത് കുത്താൻ വാടിക്കൽ രാമകൃഷ്ണനെ കുത്തിക്കൊന്ന കേസിൽ രണ്ടാം പ്രതിയായ പിണറായി വിജയൻ മാധ്യമ സുഹൃത്തുക്കളോട് ഗുണ്ടായിസം, ജഡ്ജിമാരോട് ഗുണ്ടായിസം, ബിഷപ്പുമാരോടും അച്ഛന്മാരോടും ഗുണ്ടായിസം, സ്വന്തം ഘടകകക്ഷികളോട് സംസ്കാരഹീനമായ സംസാരം, സ്വന്തം പാർട്ടി അണികളോട് കോട്ടയ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഉറഞ്ഞു തുള്ളിയ ശ്രീ പിണറായിയെ ലോകം മുഴുവൻ കണ്ടില്ലേ? ഈ പ്രശ്നോത്തരിയുടെ നിയമങ്ങൾ വളരെ ലളിതമാണ്. ക്യൂസ് മാസ്റ്റർ ആഗ്രഹിക്കുന്ന ഉത്തരം നൽകുക, ശരിയായാൽ സമ്മാനം. ഉത്തരം മത്സരാർത്ഥി തെറ്റിക്കുകയും ക്യൂസ് മാസ്റ്റർ പറയുകയും ചെയ്താൽ സമ്മാനത്തുക ക്യൂസ് മാസ്റ്റർക്ക്. ഇടയ്ക്ക് പ്രേക്ഷകർക്കുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. ക്യൂസ് മാസ്റ്ററെ സഹായിക്കുക മാത്രമാണ് ഇവിടെ എന്റെ റോൾ. മത്സരത്തിനെത്തുന്നവരെ കാണുക. ആദ്യ ചോദ്യം KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയോടാണ്. കേരളത്തിൽ അടുത്തിടെ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. എസ് ആകൃതിയിലുള്ള കത്തി നമ്മുടെ നാട്ടിലൊരു പുതുമയുള്ള കത്തിയല്ല. നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. CPM ആണ്. ഇവിടെ സ്റ്റേഷനിൽ പോലും കയറി അക്രമങ്ങൾ നടത്തുന്ന പാർട്ടി CPM ആണ്. അല്ല, അത് CPM തന്നെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ. അല്ലെന്ന് പറഞ്ഞാൽ അല്ല. ശരി ഉത്തരം മാസ്റ്റർ പറഞ്ഞാൽ 10,000 രൂപയുടെ സമ്മാനം അദ്ദേഹത്തിനായിരിക്കും. ഉത്തരം കേൾക്കാം. യെസ് കത്തി ആരുടേത്? സാധാരണ RSSകാർ ഉപയോഗിക്കുന്ന കത്തിയാണ്. RSSന്റെ ആക്രമണത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കത്തിയാണ്. ബിൽക്കുൽ സഹി ഉത്തർ ഹൈ. 10,000 രൂപ ജീത് ഗയാ. KPCC പ്രസിഡന്റ് എന്ന പരിഗണനയിൽ ഒരവസരം കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നതായിരിക്കും അല്പസമയം കഴിഞ്ഞ്. അടുത്തതായി ഇതാ വരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ലിജു. ഈ മത്സരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യൂസ് മാസ്റ്റർക്ക് ആവശ്യമുള്ള ഉത്തരമാണ് പറയേണ്ടത് എന്ന കാര്യമാണ്. പിണറായി ആഗ്രഹിക്കുന്ന ഉത്തരം ലിജു പറയുമോ എന്ന് നോക്കാം. ചോദ്യത്തിലേക്ക്. ആരുമായുള്ള സൗഹൃദത്തെ കുറിച്ചാണ് പറയുന്നത്? ഏത് മന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്? ഏത് മന്ത്രിപുത്രനെ കുറിച്ചാണ് പറഞ്ഞത്? ഒരു വാർത്ത മന്ത്രിപുത്രന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിപുത്രനാണ്? ഞാൻ ഉദ്ദേശിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണ്. ഓം പ്രകാശിനെ വിദേശത്ത് സംരക്ഷിച്ചതായി കേരളം സംശയിക്കുകയും ഒരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്യുന്നത്
ആഭ്യന്തരമന്ത്രിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണ്. ശരി, बिल्कुल सही उत्तर है. 10,000 रुपए जीत गए आप. കേരളത്തിലെ ഗുണ്ടകൾ CA2വിന്റെ കീഴിൽ ഒരു വർഗ ബഹുജന സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആക്കുവാൻ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ്. ആഭ്യന്തരമന്ത്രിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണ്. അഭിനന്ദനങ്ങൾ ലിജു. 10,000 രൂപയുടെ സമ്മാനം താങ്കൾ നേടിയിരിക്കുന്നു. ഇനി VM സുധീരന്റെ ഊഴമാണ്. ചോദ്യം മലബാറിലെ ഒരു കൊട്ടേഷൻ സംഘത്തെപ്പറ്റി. ഹവാല പണം കൊണ്ടുപോകുന്നവരെ തടഞ്ഞു നിർത്തി പണം തട്ടിപ്പറിക്കുന്ന സംഘത്തെ മലപ്പുറം പോലീസ് പിടിച്ചു. ആരായിരുന്നു അത്? അദ്ദേഹവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഉത്തരം തെറ്റിപ്പോയി ശ്രീ സുധീരൻ. താങ്കൾക്ക് തെറ്റിയ ഉത്തരം പിണറായി ശരിയായി പറഞ്ഞാൽ 20,000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുക. ഉത്തരം മാസ്റ്റർ പറയും. ആരാണ് ഹവാലക്കാരെ പിടിക്കുന്ന ഗുണ്ട? കോടാലി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമായിരുന്നു എന്നാണ്. ये बिल्कुल सही जवाब. 20,000 रुपए जीत गए आप. ഇയാളുമായിട്ട് പരിചയമേ ഇല്ല. പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമ്മാനം വീണ്ടും ക്യൂസ് മാസ്റ്റർക്ക് തന്നെ. 20,000 രൂപയാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി അല്പനേരം ക്യൂസ് മാസ്റ്റർക്കും മത്സരാർത്ഥിക്കും സംസാരിക്കാം. വിവിധ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പണം നൽകിയ വിവരം ഈ ശ്രീധരൻ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹത്തിൽ നിന്നും ഒരു നയാ പൈസ എൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല. VM സുധീരനും 50,000 രൂപ കൈപ്പറ്റി എന്നീ കോടാലി ശ്രീധരൻ പോലീസിന് മൊഴി നൽകിയല്ലോ. സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാർക്സിനെയും ലെനിനെയും ഒക്കെയാണ് ഉദ്ധരിക്കാറ്. ഇപ്പോൾ അവർ വന്ന് കോടാലിയെ ഉദ്ധരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്കതിൽ അവരോട് സഹതാപമുണ്ട്. ഇതിനകം 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 2ലും സമ്മാനം ചോദ്യകർത്താവ് തന്നെ നേടി. അടുത്തതായി രമേശ് ചെന്നിത്തലയാണ് 2ാം ഊഴത്തിനായി എത്തുന്നത്. അദ്ദേഹത്തിന് അല്പം കൂടി തയ്യാറെടുപ്പുകൾ ആവശ്യമുള്ളതിനാൽ പ്രേക്ഷകർക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. 2 വ്യക്തികൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് ഞങ്ങളിപ്പോൾ കാണിക്കും. അതിൽ ആരാണ് ഭേദമെന്ന് തീരുമാനിക്കുക. ശ്രദ്ധിക്കുക, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആരാണ് ഭേദം? നിങ്ങൾ